അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം, സ്കന്ദപുരാണം, അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്യാണ്. രാജോവാച മഹർഷിർ ഭഗവാനസ്മാദാശ്രമാൽക്വഗത പ്രിയേ തത്പാദൗ ദ്രഷ്ടുമിച്ഛാമി വദ കല്യാണി തത്വതാ. കന്യോവാച അഗ്നിശാലാമുപഗതോ മഹാരാജ മഹാമുനി നിശ്ചക്രാമാശ്രമാത്തൂർണം രാജാപ്യാകർണ്യ തദ്വച. തഥാഗ്നിശാലാദ്വാരസ്ഥം രാജാനം ദുർദമം മുനി രാജലക്ഷണ സംയുക്തമപശ്യത് പ്രശ്രയാനതം. പ്രണനാമ ച തം രാജാ മുനിശിഷ്യമുവാച ഗൗതമാനീയതാമർഘ്യമർഘ്യയോഗ്യോസ്തി ഭൂപതി. ആഗതശ്ചിരകാലേന ജാമാതേതി വിശേഷത. ഇത്യുക്ത്വാർഘ്യം ദദൗ തസ്മൈ സോപി ജഗ്രാഹ ചിന്തയൻ. മുനിരാസനമാസീനം ഗൃഹീതാർഘ്യം ച ഭൂപതിം ആശീഭിർ അഭിനന്ദ്യാധ കുശലം ചാപ്യപൃച്ഛത. അപി തേനാമയം രാജൻ ബലേ കോശേ സുഹൃത്സു ച ഭൃത്യോമാത്യേ പുരേ ദേശേ തഥാത്മനി ജനാധിപ. ഭാര്യാസ്തി തേ കുശലിനി യതസാത്രൈവ തിഷ്ഠതി. അതോ ന പൃച്ഛാമ്യസ്യാസ്തേ ചാന്യാസാം കുശലം വദ. രാജോവാച ഭഗവൻ ത്വൽപ്രസാദേന സർവത്രാനാമയം മമ ഏതൽ കുതൂഹലം ബ്രഹ്മൻ മദ്ഭാര്യ കാത്ര വിദ്യത്തെ.
ഋഷിരുവാച രേവതി നാമ തേ ഭാര്യ രൂപേണ പ്രതിമാ ഭുവി വിദ്യതേത്ര കഥം പത്നിം താം ന വേൽസി മഹീപതേ. രാജോവാച സുഭദ്രാദ്യാസ്തു യാ ഭാര്യ മമ സന്തി ഗൃഹേ വിഭോ ജാനാമി താസ്തു ഭഗവൻ ന വൈ ജാനാമി രേവതിം. ഋഷിരുവാച പ്രിയേതി സാമ്പ്രതം രാജം സ്ത്വയോക്തായ മഹാമതേ സാ വിസ്മൃതാക്ഷണാദേവ യാ തേ ശ്ലാഘ്യതമാ പ്രിയ. രാജോവാച ത്വയോക്തം യന്മൃഷാ തന്നോ തഥൈവാമന്ത്രിതാ മയാ മുനേ ദുഷ്ടോ ന മേ ഭാവ കോപം മാ കർത്തുമർഹസി. ഋഷിരുവാച രാജന്നുക്തം ത്വയാ സത്യം ന ഭാവോ ദൂഷിതസ്തവ വഹ്നിനാ പ്രേരിതേനേദ്ധം ഭവതാ വ്യാഹൃതം വച. അദ്യ പൃഷ്ടോ മയാ വഹ്നി കോസ്യ ഭർത്താ ഭവിഷ്യതി തേനോക്തം ദുർദമോ രാജ ഭവിതാസ്യ പതിർധ്രുവം. തദാദൽസ്വ മയാ ദത്താമിമാം കന്യാം മഹീപതേ പ്രിയേത്യാമന്ത്രിതാ പൂർവം മാ വിചാരം കുരുഷ്വ ഭോ. ശ്രുത്വൈതൽസോഭവത്തൂഷ്ണീം ചിന്തയൻ മുനിഭാഷിതം വൈവാഹികം വിധിം തസ്യ മുനി കർത്തും സമുദ്യത. അധോദ്യതം വിവാഹായ ദൃഷ്ട്വാ കന്യാ ബ്രവീൽമുനിം രേവത്യുക്ഷേ വിവാഹോ മേ താത കർത്തും ത്വമർഹസി. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ മാഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രിയേ നീയുമെൻ്റെ നേരെ കാരുണ്യത്തെ കാട്ടിടുക. പ്രിയവ്രത കുലോദ്ധവൻ ദുർദമൻ ഞാനും. പ്രിയമുള്ള മഹാമുനി എങ്ങോട്ടു പോയിരിക്കുന്നു. പ്രിയമേറും മുനി പാദം വന്ദിക്കാൻ മോഹം. മഹാരാജൻ കേട്ടിടുക അടിയന്റെ സത്യവാണി. മഹാമുനി അഗ്നിശാല തന്നിലാണല്ലോ. മാലിനീയ രേവതി തൻ മധുരവാണിയെ കേട്ടു. മഹാരാജൻ ആശ്രമത്തിൽ നിന്നുമിറങ്ങി. സർവവിധമായിട്ടുള്ള രാജലക്ഷണങ്ങളുള്ള സുന്ദരനാമൊരുവനെ മാമുനി കണ്ടു. സർവഭക്ഷകനായ അഗ്നിതൻ ശാലയ്ക്കു മുന്നിലായി സവിനയം നിന്നുവല്ലോ ദുർദമരാജൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രമുചനാം മുനിയുടെ പാ
പാദപത്മങ്ങളിൽ വീണു പ്രണമിച്ചു ദുർദമനും ഭക്തി സഹിതം. അർഘ്യം കൊണ്ടുവരുവാനായി ഗൗതമനോടോതി മുനി, അർഘ്യം നൽകാൻ രാജാവെന്നും യോഗ്യനാണല്ലോ. ഏറെയായി ഞാൻ കാത്തിരിക്കും ജാൻമാതാവാണിദ്ദേഹവും, ഏറിടും മോദത്തോടെയാ മുനി പറഞ്ഞു. എതിർവശത്തിരിക്കുന്ന ദുർദമനു അർഘ്യം നൽകി എന്തോ ആലോചിച്ചിരിപ്പായി രാജാവുമപ്പോ. അർഘ്യം സ്വീകരിച്ച ശേഷം പീഠത്തിലായിരിക്കുന്ന അരചനാം ദുർദമനെ പ്രമുച മുനി ആശിസ്സുകൾ കൊണ്ടു മൂടി അക്ഷരമാം പൂക്കളാലെ അനന്തരം കുശലങ്ങൾ ചോദിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങയുടെ സമസ്തമാം സൈന്യത്തിനു സുഖമല്ലേ, അങ്ങയുടെ ഭണ്ഡാരങ്ങൾ സമ്പന്നമല്ലേ. അങ്ങയുടെ കൂട്ടുകാർക്കും ഭൃത്യന്മാർക്കും മന്ത്രിമാർക്കും അതുപോലെ പ്രജകൾക്കും ക്ഷേമമാണല്ലോ. അങ്ങയുടെ ഭാര്യ കുശലിനിയായി ഈ വീടുണ്ട്, അവളുടെ കുശലം ഞാൻ ചോദിക്കുന്നില്ല. അപരരാം സ്ത്രീകൾ തൻ്റെ കഥകളെ പറയുക, അവരുടെ വിശേഷങ്ങൾ എന്തെല്ലാമെന്നും. ഭഗവാനെ അവിടുത്തെ പ്രസാദത്താലവരെല്ലാം ഭാഗ്യത്തോടെ സുഖമായി വസിച്ചിടുന്നു. ഭാര്യയുടെ കാര്യമങ്ങു പറഞ്ഞതിൽ ശങ്കയുണ്ട്, ഭംഗിയായി പറയണേ ആരാണവളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രേവതി എന്നുള്ള നാമം ഉള്ളവളാം തവ ഭാര്യ, രമയെപ്പോൽ സുന്ദരിയാം വനിതാരത്നം. രൂപവതിയാകുമവൾ സാമ്യമില്ലാ സുന്ദരിതൻ, രാജൻ ഭവാനിക്കാര്യത്തെ അറിയുന്നില്ലേ. സുഭദ്ര തുടങ്ങിയതാം ഭാര്യമാരെനിക്കുണ്ടല്ലോ, സുന്ദരികളാമവരെ എനിക്കറിയാം. സാദരം ഭവാൻ പറഞ്ഞ രേവതിയെ മാത്രം മുനെ, സത്യത്തിലെനിക്കൊട്ടുമേ മനസ്സിലില്ല. സത്യത്തിലെനിക്കൊട്ടും മനസ്സിലായില്ല. പ്രിയമുള്ള മഹാമതേ ദുർദമനാം മഹാവീര, പ്രിയേ എന്നു ഭവാൻ ആരെ വിളിച്ചു ഇപ്പോൾ. പ്രിയപ്പെട്ട അവളെ നീ മറന്നു പോയോ പറയൂ, പ്രിയമേറും അവൾ തന്നെ താവക ഭാര്യ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
മഹാമുനിയങ്ങു ചൊല്ലിയതൊട്ടുമേ അസത്യമല്ല മമ വാണി പ്രിയയെന്നു തന്നെയാണോ? മമ മനം ആ സമയം ദുഷ്ടതയെ പുൽകിയില്ല. മഹർഷേ ഭവാൻ എന്നോടു കോപിക്കരുതേ. അരചന ദുർദമനമങ്ങു പറഞ്ഞത് സത്യം. ആ സമയം മനസ്സിലു കളങ്കമില്ല. അരചനം ദുർദമന അങ്ങു പറഞ്ഞല്ലോ സത്യം. ആ സമയം മനസ്സിലു കളങ്കമില്ല. അഗ്നിയാകും ദേവൻ തൻ്റെ പ്രേരണയാലെ നിന്നാലെ ആ സമയം അങ്ങിനെ വിളിക്കുവാൻ തോന്നി. അഗ്നിയാകും ദേവൻ തൻ്റെ പ്രേരണയാലൊന്നിനാലെ ആ സമയം അങ്ങിനെ വിളിക്കുവാൻ തോന്നി. ഇന്നു ഞാനും അഗ്നിയാകും ദേവനോടു ചോദിച്ചല്ലോ, ഇവളുടെ ഭർത്താവായി ആരു ഭവിക്കും? ഇതു കേട്ടു പാവകനോ പതിയെ പറഞ്ഞുവല്ലോ, ഇവളുടെ പതിയാകും ദുർദമരാജൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുകൊണ്ടു അഗ്നിദേവൻ തൻ്റെ വാണി സത്യമാക്കു. അനുയോജ്യയാമിവളെ വേളി കഴിക്കൂ. അവളെ പ്രിയേ എന്നങ്ങു വിളിച്ചതില്ലകതാരിൽ അല്പം പോലും വിചാരങ്ങൾ ഇനിയും വേണ്ട. മഹർഷി തൻ വാക്കു കേട്ടു ദുർദമനോ നിശബ്ദനായി. മനതാരിൽ പലവിധ ചിന്തയുണർന്നു. മഹർഷിയോ ഉടൻ തന്നെ ആശ്രമത്തിൽ തിരിച്ചെത്തി. മകളുടെ വേളിക്കുള്ള ഒരുക്കം കൂട്ടി. അതു കേട്ടു രേവതിയോ മാമുനി തന്നടുത്തെത്തി. അതീവ ബഹുമാനത്താൽ ഏവം പറഞ്ഞു, അച്ഛാ എൻ്റെ വിവാഹത്തെ നടത്തിയിടുന്നുണ്ടെങ്കിലോ അതു രേവതി നക്ഷത്രം തന്നിലായി വേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം
വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസനയായി ഭഗവതിയുടെ പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പാരായണം ചെയ്തു. ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇനത്തിൽ പാടി സമർപ്പിക്കുകയും ചെയ്തു. ഇനി അതിനെ ഓരോ ശ്ലോകങ്ങളായി ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പറഞ്ഞു, പ്രമുജമുനിയുടെ ആശ്രമത്തിലെത്തിയ ദുർദമൻ എന്ന രാജാവിൻ്റെ, പ്രിയവ്രതൻ്റെ കുലത്തിൽ പിറന്ന ദുർദമൻ എന്ന രാജാവ്, ആ രാജാവ് ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയെ, രേവതി എന്ന പെൺകുട്ടിയെ അദ്ദേഹം, ആ രാജാവ് പ്രിയേ എന്ന് വിളിച്ചാണ് സംബോധന ചെയ്തത്. അവിടെ ചോദിക്കുകയാണ്, മഹർഷിർ ഭഗവാനസ്മാദാശ്രമാൽക്വഗത പ്രിയേ തത്പാദോ ദ്രഷ്ടുമിച്ഛാമി വദ കല്യാണി തത്വതാ. പ്രിയേ, ഭഗവാൻ മഹർഷി, ആ പ്രമുഖമുനി ഈ ആശ്രമത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? തത്പാദോ ദ്രഷ്ടുമിച്ഛാമി വദ കല്യാണി തത്വത. അദ്ദേഹത്തിൻ്റെ പാദം കാണാനും ആ പാദത്തിൽ നമസ്കരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ എവിടെയാണ് അദ്ദേഹം, പറയണേ എന്ന്. ഹേ ശുഭേ കല്യാണി, പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അഗ്നിശാലാമുപഗതോ മഹാരാജ മഹാമുനി നിശ്ചക്രാമാശ്രമാത്തൂർണം രാജാപ്യാകർണ്യ തദ്വജ. തദ്വജ ആകർണ്യ, അവളുടെ വാക്ക് കേട്ടു. അവളെന്താ പറഞ്ഞത്? അഗ്നിശാലാമുപഗതു, അഗ്നിശാലയിലേക്ക് പോയിക്കാണ് മഹാരാജാവേ. അഗ്നിശാലയിൽ ആ അഗ്നി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ നിശ്ചക്രാമ ആശ്രമാത്തൂർണം, അപ്പം തന്നെ ആശ്രമത്തിൽ നിന്ന് ദുർദമൻ അഗ്നിശാലയിലേക്ക് മഹർഷിയെ കാണാനായിട്ട് പോയി. തഥാഗ്നിശാലാദ്വാരസ്ഥം രാജാനം ദുർദമം മുനി രാജലക്ഷണ സംയുക്തമപശ്യൽ പ്രശ്രയാനതം. തഥാ, അതിനുശേഷം അനന്തരം അഗ്നിശാല ദ്വാരസ്ഥം, അഗ്നിശാലയുടെ വാതുക്കൽ രാജലക്ഷണ സംയുക്തം ദുർദമം രാജം, ആ എല്ലാ രാജലക്ഷണങ്ങളോടും കൂടിയ ദുർദമ രാജാവ് വളരെ പ്രശ്രയാന്വിതം, വളരെ വിനയത്തോടുകൂടി നിൽക്കുന്നത് മുനി കണ്ടു എന്നും പറയുന്നു. അപശ്യൽ മുനി, മുനി കണ്ടു. പ്രണനാമചതം രാജാ മുനിശിഷ്യമുവാച. രാജാവ് മുനിയെ കണ്ടു, ഉടനെ അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നിട്ട് ആ തൻ്റെ ശിഷ്യനോട് മുനി പറഞ്ഞു, ഹേ ഗൗതമ, ഗൗതമാനീയതാമർഘ്യം അർഘ്യയോഗ്യോസ്തി ഭൂപതി. അർഘ്യം കൊണ്ടുവരൂ, രാജാവ് അർഘ്യം സ്വീകരിക്കാൻ യോഗ്യനാണ്. ആഗതശ്ചിരകാലേന ജാമാതേതി വിശേഷത. പ്രത്യേകിച്ചും ഇദ്ദേഹം വളരെ കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നൊരു ജാമാതാവാണ് എന്ന് പറഞ്ഞ് ഇത്യുക്താർഘ്യം ദദൗ, ആ രാജാവിന് അർഘ്യം കൊടുത്തു. തസ്മൈ സോപി ജഗ്രാഹ ചിന്തയൻ. അർഘ്യം സ്വീകരിച്ച അദ്ദേഹം വല്ലാതെ ആലോചനാമഗ്നനായി മാറി. മുനിരാസനമാസീനം ഗൃഹീതാർഘ്യം ച ഭൂപതിം ആശിർഭീരഭിനന്ദ്യാഥ കുശലം ചാപ്യപൃച്ഛത. അങ്ങനെ അർഘ്യം സ്വീകരിച്ച് അവിടെ ആ പ്രത്യേകമായിട്ടുള്ള പീഠത്തിലിരിക്കുന്ന രാജാവിനെ ആശിസ്സുകൾ കൊണ്ട് അഭിനന്ദിച്ചു. ആശീർഭിരഭിനന്ദ്യാഥ, അക്ഷരപ്പൂക്കളെ കൊണ്ട് അഭിനന്ദിച്ചിട്ട് മഹർഷി കുശലം ചാപ്യപൃച്ഛത, കുശലം ചാപി അപൃച്ഛത, കുശലം ചോദിച്ചു. എന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അവരുടെ വിശേഷം ഒക്കെ ചോദിക്കുക, ലോക്യം പറയാന്ന് പറയും. എന്നിട്ട് ചോദിച്ചു, അപിതേനാമയം രാജൻ ബലേ കോശേ സുഹൃത്സുച
ഭൃത്യോമാത്യേ പുരേ ദേശേ തഥാത്മനി ജനാധിപ. ഹേ ജനാധിപ, രാജാവേ, അങ്ങയുടെ സൈന്യങ്ങൾക്ക് ക്ഷേമമല്ലേ? ഭണ്ഡാരം വേണ്ട പോലെ നിറഞ്ഞിരിക്കണില്ലേ? സുഹൃത്തുക്കളൊക്കെ സുഖമല്ലേ? ഭൃത്യന്മാർക്കും മന്ത്രിമാർക്കും പട്ടണത്തിലുള്ള ആളുകൾക്കും ഒക്കെ നാട്ടിലുള്ള ആളുകൾക്കുമൊക്കെ അതോടൊപ്പം അങ്ങേക്കും ക്ഷേമം തന്നെയല്ലേ? ഇവിടെ ആ ആമയങ്ങളൊന്നുമില്ല, ദുഃഖങ്ങളൊന്നുമില്ലാതിരിക്കുകയല്ലേ എന്ന് മുനി ചോദിക്കണു. എന്നിട്ട് പറഞ്ഞു, ഭാര്യോസ്തിതേ കുശലിനി യത സാത്രൈവ തിഷ്ഠതി അതോ ന പൃച്ഛാമ്യസ്യാസ്തേ ചാന്യാസാം കുശലം വദ. അങ്ങയുടെ ഒരു ഭാര്യ കുശലിനിയായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഭാര്യയുടെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല, മറ്റുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ, അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയൂ. ഇത് കേട്ടപ്പോൾ രാജാവ് എന്തു പറഞ്ഞു? ഭഗവൻ ത്വൽപ്രസാദേന സർവത്ര അനാമയം മമ. എനിക്ക് ആമയങ്ങളൊന്നുമില്ല അങ്ങയുടെ പ്രസാദം കൊണ്ട് മഹർഷേ. പക്ഷേ ഏതത് കുതൂഹലം ബ്രഹ്മൻ മദ്ഭാര്യ കാത്ര വിദ്യത. എനിക്കൊരു അത്ഭുതം അല്ലെങ്കിൽ കൗതുകം തോന്നണത്, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ്? അതാരാണ്? എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെങ്കിൽ അതാരാണ്? അപ്പം ഋഷി പറഞ്ഞു, രേവതീ നാമ തേ ഭാര്യ രൂപേണ പ്രതിമാ ഭുവി വിദ്യതേത്ര കഥം പത്നീം താം നവേൽസി മഹീപതേ. രേവതി എന്നാണ് അങ്ങയുടെ ഭാര്യയുടെ പേര്. അതേപോലെ സുന്ദരിയായിട്ട് ലോകത്തിൽ ആരുമില്ല, അവൾ ഇവിടെയുണ്ട്, അങ്ങ് അവളെ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം രാജാവ് പറഞ്ഞു, സുഭദ്രാദ്യാസ്തു യാ ഭാര്യ മമ സന്ധി ഗൃഹേ വിഭോ. ഹേ വിഭോ, എൻ്റെ ഗൃഹത്തിൽ സുഭദ്ര തുടങ്ങിയ ഭാര്യമാരുണ്ട്, അവരെ എനിക്കറിയാം. ജാനാമി താസ്തു ഭഗവൻ ന വൈ ജാനാമി രേവതി. എന്നാൽ അങ്ങ് പറഞ്ഞ ഈ രേവതിയെ എനിക്ക് മനസ്സിലാവണില്ല. ഋഷി പറഞ്ഞു, പ്രിയേതി സാമ്പ്രതം രാജൻ ത്വയോക്ത യാ മഹാമതേ സാ വിസ്മൃതാ ക്ഷണാദേവ യാതേ ശ്ലാഘ്യതമാ പ്രിയ. അങ്ങ് പ്രിയേന്ന് കുറച്ചു മുമ്പ് വിളിച്ചില്ലേ? ആരെയാ വിളിച്ചത്? അവളെ അങ്ങ് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവൾ തന്നെയാണ് അങ്ങയുടെ ശ്ലാഘ്യതമാ പ്രിയ, ഏറ്റവും ശ്ലാഘനീയയായിരിക്കുന്ന ഭാര്യ. അങ്ങ് ആരെയാണോ പ്രിയേ എന്ന് വിളിച്ചത്, ആ പ്രിയ തന്നെയാണ് അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ ആ വാക്കുകൾ കേട്ടു, ഋഷിയുടെ വാക്കുകൾ കേട്ടു. അപ്പോൾ പറഞ്ഞു രാജാവ്, ത്വയോക്തം യന്മൃഷാ തന്നോ തഥൈവാമന്ത്രിതാമയാ മുനേ ദുഷ്ടോ നമേ ഭാവ കോപം മാ കർത്തുമർഹസി. അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്, കള്ളമല്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, പ്രിയേന്ന് തന്നെയാണ് വിളിച്ചത്. പക്ഷേ മഹർഷി, എൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഇങ്ങനെയുള്ള യാതൊരു ദുഷ്ടചിന്തകളും ഉണ്ടായിരുന്നില്ല. അങ്ങ് എന്നോട് കോപിക്കരുതേ, കോപം മാ കർത്തുമർഹസി എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ആ ഋഷി പറഞ്ഞു, രാജന്നുക്തം ത്വയാ സത്യം. രാജാവെ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. ന ഭാവോ ദുഷിതസ്തവ. അങ്ങയിൽ ആ ദുഷിച്ചൊരു ഭാവം ഉണ്ടായിരുന്നില്ല. ഇന്നെന്തുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്? വഹ്നിനാ പ്രേരിതേനേദ്ധം ഭവതാ വ്യാഹൃതം വച. വഹ്നി, ആ സർവഭക്ഷകനായിരിക്കുന്ന അഗ്നിയുടെ പ്രേരണ കൊണ്ടാണ് അങ്ങയ്ക്ക് ആ സമയത്ത് ഇങ്ങനെ വിളിക്കാൻ തോന്നിയത്. എന്താ അഗ്നിക്ക് അങ്ങനെ പ്രേരിപ്പിക്കാൻ തോന്നിയത്? അഗ്നി പറഞ്ഞിട്ടുണ്ട്, അങ്ങയാണ് എൻ്റെ മകൾ വിവാഹം ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അഗ്നിദേവനോട് ഇന്ന് ചോദിച്ചു, അദ്യപൃഷ്ടോ മയാ വഹ്നി കോസ്യാ ഭർത്താ ഭവിഷ്യതി. ഇവൾക്ക് ആരാണ് ഭർത്താവായിട്ട് തീരാന്ന് ചോദിച്ചപ്പോൾ തേനോക്തം ദുർദമോ രാജ ഭവിതാസ്യ പതിധ്രുവം. ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത്, ദുർദമൻ എന്ന രാജാവ് അവളുടെ ഭർത്താവായിട്ട് തീരും. തദാദൽ സ്വമയാദത്തമിമാം കന്യാം മഹീപതേ പ്രിയേത്യാമന്ത്രിത പൂർവം
മാ വിചാരം കുരുഷ്വഭോ. അതുകൊണ്ട് രാജാവേ, മയാ ദത്തമിമാം കന്യാം, ഞാൻ നൽകുന്ന ഈ കന്യകയെ അങ്ങ് സ്വീകരിക്കൂ, പത്നിയായിട്ട് സ്വീകരിക്കൂ. പ്രിയേ എന്ന് നേരത്തെ വിളിച്ചു പോയല്ലോ, അതുകൊണ്ടാണ് എന്ന് വിചാരിക്കേണ്ട. ഇതിന് കാരണം എന്താണ്? അഗ്നിയുടെ സങ്കല്പമാണ്. അപ്പം അതുകൊണ്ട് ഇവളെ സ്വീകരിക്കൂ എന്ന് പറയുന്നു. ശ്രുത്വൈതത്സോഭവസ്തൂഷ്ണിം ചിന്തയൻ മുനിഭാഷിതം വൈവാഹികം വിധിം തസ്യ മുനി കർത്തും സമുദ്യത. ഇങ്ങനെ പറഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം മിണ്ടാതിരിക്കുന്ന സമയത്ത് മഹർഷി അവിടുന്ന് പോയി. എന്തിനാ? വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അധോധൃതം വിവാഹായ ദൃഷ്ട്വാ കന്യാബ്രവീൻ മുനിം ദേവതൃക്ഷേ വിവാഹോ മേ താത കർത്തും ത്വമർഹസി. വിവാഹത്തിനുള്ള ഒരുക്കം കണ്ടപ്പോൾ രേവതി പറഞ്ഞു അച്ഛനോട്, അച്ഛാ, എനിക്ക് രേവതി നക്ഷത്രത്തിൽ തന്നെ വിവാഹം നടത്തണം എന്നാണ് എൻ്റെ മോഹം എന്ന് ആ പെൺകുട്ടി തൻ്റെ പിതൃഭാവത്തിലുള്ള പ്രമുഖമുനിയോട് പറയുന്നു. ആ രേവതി പറഞ്ഞ വാക്കുകൾക്ക് മഹർഷി നൽകുന്ന മറുപടിയാണ് നമ്മൾ ഇനി നാളെ കേൾക്കുക. ഇപ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.